സാർ, ഒരു വിചിത്രമായ ഹർജിയുമായിട്ടാണ് അലഹബാദ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അതായത് കൃഷ്ണൻ്റെ രാധയെ കക്ഷി ചേർക്കണമെന്നുള്ള ഹർജി. അപ്പോൾ അതൊരു സങ്കല്പം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കോടതി അതിനെ തള്ളിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ രാമജന്മഭൂമി വിഷയത്തിലും അതോടൊപ്പം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഹർജികളൊക്കെ വന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണാം നമുക്ക്? അതായത് ഇപ്പോൾ അലഹാബാദ് ഹൈക്കോടതിയിൽ എത്തിയ ഹർജി മധുരയിലെ കൃഷ്ണ ജന്മഭൂമി ഉണ്ടല്ലോ, അതെ, ആ കൃഷ്ണ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് കുറേ കേസുകളുണ്ട്. എൻ്റെ ഓർമ്മ 18ഓളം കേസുകളുണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ആ കക്ഷിയിൽ ആ കേസുകളിൽ കക്ഷി ചേരണം എന്ന് പറഞ്ഞിട്ട് രാധയെ കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് വന്നത്. അതായത് മധുരയിലെ കൃഷ്ണ ജന്മഭൂമി, കൃഷ്ണ ജന്മഭൂമിയും ഷാഹ് ഈദ്ഗാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മോസ്ക് ഉണ്ട്. ആ മോസ്ക് കൃഷ്ണ ജന്മഭൂമി സ്ഥലത്ത് അനധികൃതമായിട്ട് നിൽക്കുന്നതാണെന്നാണ് കേസ്. ആ മോസ്ക് അവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് മധുര കൃഷ്ണ ജന്മഭൂമി, നമ്മുടെ കാശി ഇടനാഴി എന്നൊക്കെ പറഞ്ഞിട്ട് കാശി നന്നാക്കി എടുത്തില്ലേ, ചെറിയ ചെറിയ വഴി കൂടിയൊക്കെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൊക്കെ പോയിരുന്നത്. ഇപ്പോൾ അത് വൃത്തിയാക്കിയെടുത്തു, കൂടുതൽ സ്ഥലമൊക്കെ മേടിച്ചിട്ട്. ഇവിടുന്ന് ഈ ഷാഹി ഈദ്ഗാ മാറ്റിയിട്ട് ഇത് പഴയ പോലെ ജോറാക്കണം, ഇതാണല്ലോ ഉദ്ദേശം. അതിൻ്റെ കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല ഘട്ടങ്ങളിലും എത്തി. അപ്പോൾ ആ കേസിൽ ഈ 18 കേസുണ്ട്. ആ കേസുകളിൽ കക്ഷി രാധയെ, കൃഷ്ണൻ്റെ ഭാര്യ എന്ന് പറയാം, കൃഷ്ണൻ്റെ ഭാര്യ രാധയെ കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹർജി ചെന്നത്. അത് തള്ളി ഇപ്പോൾ. അപ്പോൾ പുരാണങ്ങളിലെ ഉള്ള കാര്യങ്ങൾ കിംവദന്തികൾ മാത്രമാണ്, അത് നിയമപരമായ തെളിവുകളല്ല എന്ന് കോടതി പറഞ്ഞു. കാൽപ്പനികം മാത്രമാണ് ഇത്. അത് കോടതിയുടെ മുമ്പിൽ നിയമപരമായി നിലനിൽപ്പില്ലാത്തത് കൊണ്ട് സ്വീകരിക്കില്ല എന്ന് കോടതി നിലപാടെടുത്തു. അപ്പോൾ ഇപ്പോൾ സനാതനധർമ്മം ആയി ബന്ധപ്പെട്ട കുറെ ആചാര്യന്മാർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ രംഗത്ത് വന്ന കൂട്ടത്തിൽ ജ്യോതിർമഠ് ശങ്കരാചാര്യ ഉണ്ട്, നിരഞ്ജൻ അഖാഡയുടെ മേധാവി ആചാര്യൻ കൈലാസാനന്ദ ഗിരി ഉണ്ട്, ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വറുണ്ട്, സ്വാമി ജിതേന്ദ്രനാഥ സരസ്വതി സന്ത് സമിതിയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹവും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. വേറെയും കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ഇത് ശരിയല്ല, കോടതി ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് കോടതിയുടെ തീരുമാനത്തിനെ വിമർശിച്ചുകൊണ്ട്. പുരാണങ്ങളെ കാൽപ്പനികമായിട്ട് കാണാനാവില്ല, കോടതിയുടെ അജ്ഞതയാണ് ഇത് കാണിക്കുന്നത്. മതനിയമം ഇന്ത്യയിൽ എങ്ങനെയാണ് ഉള്ളതെന്ന് കോടതിക്ക് വിവരമില്ല എന്ന് ഈ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ പറഞ്ഞിട്ടുണ്ട്. 2019 സുപ്രീം കോടതി രാമജന്മഭൂമി കേസിൽ വിധി പറഞ്ഞല്ലോ, രാംലല്ല. അപ്പോൾ രാംലല്ലയെ കണക്കിലെടുത്ത് തന്നെയാണ് ആ വിധി പറഞ്ഞിരിക്കുന്നതെന്ന് ഈ ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ കോടതികളിൽ കേസ് വരാം, ഇപ്പം അയ്യപ്പൻ കക്ഷി ചേരാം, പത്മനാഭസ്വാമിക്ക് കക്ഷി ചേരാം. കക്ഷി ചേരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവതയെ അല്ലേ പ്രതിനിധീകരിച്ചിട്ട് ഒരാള് അതിന്റെ കാര്യകർത്താവുണ്ടല്ലോ, ആ അമ്പലത്തിന്റെ കാര്യകർത്താവാണ്. അതിനൊരു പ്രത്യേക പ്രയോഗമുണ്ട് നിയമത്തില്. അപ്പൊ ആ ആളാണ് കോടതിയിൽ കേസ് കൊടുക്കുക. അതുകൊണ്ട് ഈ വിഗ്രഹം അല്ലെങ്കിൽ ഈ മൂർത്തി എന്നാണ് മൂർത്തി, ഐഡൽ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, മൂർത്തി. ഈ മൂർത്തിയെ മൈനറായിട്ട് നിയമത്തിന്റെ മുമ്പിൽ കണക്കാക്കാം. ഇതാണ് നിയമം, മൈനറായിട്ട് കണക്കാക്കും. അപ്പൊ മൈനറായ ഒരാൾക്ക് വേണ്ടി രക്ഷകർത്താവാണല്ലോ കോടതിയിൽ പോവുക. കാരണം ദൈവത്തിന് നേരിട്ട് കോടതിയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ആ പത്മനാഭസ്വാമിയെ അങ്ങനെ ചില പുഴകളെയൊക്കെ അങ്ങനെ ആക്കുന്ന ഗംഗ കേരളത്തിലെങ്ങുണ്ട്, ഇന്ത്യക്ക് പുറത്ത് ചില പുഴകൾക്കൊക്കെ ഇങ്ങനെ പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാകാം, കാരണം ഗംഗ മലിനപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ മറ്റു മൂർത്തികളെയൊക്കെ പോലെ. അപ്പൊ മൂർത്തിക്ക്
നിയമപരമായി അത് ഞാൻ മുമ്പൊരിക്കലും എഴുതിയിട്ടുണ്ട്. ആളുകൾ അന്നാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ കോടതിയിൽ മൂർത്തിക്ക് പോകാം, പക്ഷെ മൈനറായിട്ടാണ് കണക്കാക്കുക. കൈകാര്യ കർത്താവിന് പോകാം. ഇത് അയോധ്യയുടെ കേസില്, നമ്മുടെ പത്മനാഭസ്വാമി കേസിൽ, ശബരിമല ഇല്ലേ, അങ്ങനത്തെ കേസുകളിലൊക്കെ ഇത് കണക്കാക്കിയിട്ടുണ്ട്. കാരണം അമ്പലത്തിന്റെ സംരക്ഷണം, വിഗ്രഹത്തിന്റെ സംരക്ഷണം, അപ്പോ അവിടുത്തെ മൂർത്തിയും ഒരു കക്ഷിയാണല്ലോ ഇതിന്റെ അകത്ത്. അങ്ങനെ ഒരു നിയമപരമായ കാഴ്ചപ്പാടുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് രാധയ്ക്ക് ഇത് നിഷേധിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ആചാര്യന്മാര് ഉയർത്തുന്നത്. അപ്പൊ സനാതന ധർമ്മത്തിന്റെ മുമ്പിലുള്ള ഒരു ചോദ്യമാണ് ആചാര്യന്മാര് ഉയർത്തിയിരിക്കുന്നത്. അതിപ്പോ നമുക്കിപ്പം ഖുറാനിൽ വന്ന, അല്ലെങ്കിൽ മുഹമ്മദ് നബി, അല്ലെങ്കിൽ ബൈബിളിൽ യേശു ക്രിസ്തു, ആ രീതിയിൽ വന്നാൽ അതും കക്ഷി ചേർക്കാവുന്നതാണ്. അങ്ങനെ വന്നാൽ അവര് തീരുമാനിക്കണം. അതിൽ ഹിന്ദുക്കളും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. അത് വേറെ. നമുക്ക് അതൊക്കെ ഈ ഏകദൈവ മതങ്ങളാണ്. ഇത് 16,008 ദേവതമാരും ബഹുസ്വരതയുടെ മതമാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ തന്നെ. നമ്മൾ പോയി ദൈവത്തിന് ചീത്തയൊക്കെ പറയും ഇല്ലേ? മറ്റേതിൽ അതൊന്നും നടക്കില്ല. നമുക്ക് കൃഷ്ണ നീ എന്താ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് വേണമെങ്കിൽ കുറെ ചീത്തയും പറയാം. അങ്ങനെ ആ സംവിധാനമാണല്ലോ ഈ ജനാധിപത്യത്തിൽ. ബഹുസ്വരതയുണ്ട്. മറ്റേത് ഇതുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതില്ല. യേശു കോടതിയിൽ പോയിട്ടൊന്നുമില്ല, നബിയും കോടതിയിൽ പോയിട്ടില്ല, അങ്ങ് പറഞ്ഞത് ശരിയല്ല. ഇതിലേ നടപ്പുള്ളൂ. ഈ മൂർത്തി, ഹിന്ദു മൂർത്തികളെ മൈനറായിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കാം. അപ്പോ മെയ് 23 ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ അലഹാബാദ് ഹൈക്കോടതിയിലെ ഈ ജസ്റ്റിസിന്റെ വിധി വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പുരാണ വിവരണങ്ങളൊക്കെ കിംവദന്തികളാണ്. ഈ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം നിൽക്കുന്ന 13.37 ഏക്കറിന്റെ സംയുക്ത ഉടമയാണ് രാധ എന്നതിന് തെളിവില്ല. ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മൂർത്തിക്ക് അവകാശമുണ്ടെന്ന് നമ്മൾ പറയുന്നു. ഇങ്ങനെ അതൊരു ഭൂമിയുടെ അവകാശമായിട്ട് കോടതി എടുത്തിരിക്കുന്നത് പോലെ തോന്നുന്നു. മൂർത്തി എങ്ങനെയാ ഭൂവുടമയാവുന്നല്ലേ? ഒരു മൈനറായ ഒരാള്. നമ്മുടെ ഭൂമിയുടെ ഇവിടുത്തെ നിയമങ്ങളിൽ ഒരു മൈനർ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഭൂമി ആരും മേടിക്കില്ല. കാരണം ഈ മൈനർ പിന്നീട് ഇത് എന്റെ ഭാഗം വേണമെന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ കേസ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഭൂവുടമാവകാശത്തിന്റെ കാര്യമല്ല ഇതിൻ്റെ അകത്ത്. ഭൂവുടമയായെങ്കിലേ മൂർത്തിക്ക് കോടതിയിൽ പോകാവൂന്നില്ലല്ലോ. അങ്ങനെ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. മറ്റേ മൂർത്തിക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ മൂർത്തിക്ക് കോടതിയെ സമീപിക്കാം എന്ന് നിയമത്തിലുണ്ട്. അപ്പോൾ ഇതില് അത് നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. 13.37 ഏക്കറിന്റെ സംയുക്ത ഉടമയാണ് രാധ എന്നതിന് തെളിവില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണന്റെ ആത്മാവാണ് രാധ എന്ന് പുരാണങ്ങളിലും സംഹിതകളിലും പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാധ ഈസ് ദ കൺസോർട്ട് ഓഫ് കൃഷ്ണ എന്ന് പറയുന്നുണ്ടല്ലോ. ജയദേവന്റെ മറ്റേ അഷ്ടപതി അല്ലേ? അഷ്ടപതിയില് ഗീത ഗോവിന്ദത്തില് ധാരാളമായിട്ട് രാധയെ പ്രകീർത്തിച്ചിട്ടുണ്ട്, പുരാണങ്ങളിലൊക്കെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ജൂനാഗാഡയുടെ ഭാഗവതം, ഗീത ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഖില ഭാരതീയ സന്ത് സമിതി ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചു ദ്വാരക, കുരുക്ഷേത്രം അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ രാമൻ, ഇതൊക്കെ എങ്ങനെയാ മിത്താണെന്ന് പറയുന്ന ആളുകളുണ്ട്. ആ മിത്താണെന്ന് പറയുന്നവരുടെ കൂടെയാണ് കോടതി നിൽക്കുക എന്ന് ആ ആചാര്യൻ ചോദിച്ചിട്ടുണ്ട്. ജൂനാഗാഡയുടെ മഹാമണ്ഡലേശ്വർ യതീന്ദ്രാനന്ദ ഗിരി പറഞ്ഞു, മത തർക്കങ്ങളില് സാധാരണഗതിയിൽ പുരാണങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ആ ഭദ്രാനന്ദ എന്ന് പറയുന്ന ഇപ്പോ ജ്ഞാനപീഠം കിട്ടിയ, കഴിഞ്ഞ കൊല്ലത്തെ ജ്ഞാനപീഠം കിട്ടിയ അദ്ദേഹം, അന്ധനാണ് അദ്ദേഹമാണ് രാമജന്മഭൂമി കേസില് സുപ്രീം കോടതിയില് ഹൈക്കോടതിയിലും ഈ അയോധ്യ രാമന്റെ ജന്മസ്ഥലമാണെന്ന് തെളിയിക്കാൻ അന്ധനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇത് മുഴുവൻ കാണാപ്പാടാണ്. ഇപ്പൊ ജ്ഞാനാപീഠം കൊടുത്തു, അതിനു മുമ്പ് പത്മശ്രീയോ പത്മഭൂഷണോ പത്മ അവാർഡ് കൊടുത്തു. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഇങ്ങനെ കാണാപ്പാടം നമ്മുടെ പുരാണങ്ങള് പല പുരാണങ്ങളും കോടതിയിൽ പേജ് നമ്പർ പറഞ്ഞിട്ട് പറഞ്ഞു.
സംസ്കൃതത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് രാമജന്മഭൂമിയാണെന്ന് ഇന്നടത്ത് പറയുന്നു, മറ്റിടത്ത് പറയുന്നു എന്ന് ഇദ്ദേഹം. അതാണ് ഇപ്പൊ ജ്ഞാനപീഠം അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിന്റെ സേവനത്തിനെ രാമജന്മഭൂമി കേസ് വിധിയിൽ പ്രകീർത്തിച്ചിട്ടുണ്ട്. ആ വിധി എഴുതിയത് വൈവി ചന്ദ്രചൂഡാണ്, മൊത്തം ബെഞ്ചിന് വേണ്ടി എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം. പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ സേവനത്തിനെ ആ അന്ധനായ പണ്ഡിതന്റെ, സംസ്കൃത പണ്ഡിതന്റെ സേവനത്തിന് പ്രകീർത്തിച്ചിട്ടുണ്ട്. രാമന്റെ ജന്മഭൂമി, രാംലല്ലയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അയോധ്യ വിധിയും വന്നിരിക്കുന്നത് അല്ലേ? ബാലരാമന്റെ വേണ്ടിയിട്ടാണ് രാംലല്ല എന്ന് പറഞ്ഞാൽ വിധി വന്നിരിക്കുന്നത്, ബാലകരാമൻ. അപ്പോ രാധ എന്തുകൊണ്ട് ഒരു മുക്തിയായിട്ട് കക്ഷിയാകാൻ പറ്റില്ല എന്നുള്ള ചോദ്യം വീണ്ടും ഈ വിധിക്ക് ശേഷവും ഉയർന്നു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.